نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, പരമകാരുണ്യനായ അല്ലാഹുവിന്റെ സർവ്വനിയമവും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നല്ല മനുഷ്യരായ മുത്തഖീങ്ങളായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. കഴിഞ്ഞ ഒരാഴ്ച ജുമുഅയുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് താമസിപ്പിക്കുക. അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഹ്രസ്വമായ രൂപത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജുമുഅ ആരംഭിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ഹിജ്റ വേളയിലാണ്. മദീനയിൽ ബനൂ സലിം ഗോത്രങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് ആദ്യമായി ജുമുഅ നമസ്കാരം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചത്. 100ഓളം ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു എന്നാണ് ആദ്യത്തെ ജുമുഅ പങ്കെടുത്തിരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ഉമ്മത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും എല്ലാ നാടുകളിലും വെള്ളിയാഴ്ച ദിവസം ജുമുഅ നടത്തപ്പെടുക. ഒരു മഹല്ലിലെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച് കൂടിക്കൊണ്ട് നടത്തുന്ന ഒരു വാരാന്ത പ്രാർത്ഥനയാണ്. വെള്ളിയാഴ്ചയാണ് നിശ്ചയിക്കുന്നത്. വെള്ളിയാഴ്ചക്ക് വലിയ പ്രാധാന്യമുണ്ട് നമുക്കറിയാം. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു
رسول الله صلى الله عليه وسلم قال النبي صلى الله عليه وسلم خير يوم طلعت فيه الشمس من الجمعة فيه لقاء وفيه يدخل الجنة وفيه يخرج منها ولا تقوم الساعة إلا في يوم الجمعة. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായി ഏറ്റവും ശ്രേഷ്ഠമായി വെള്ളിയാഴ്ച ദിവസം. ആ ദിവസമാണ് മനുഷ്യോൽപത്തിക്ക് ആരംഭം കുറിച്ചുകൊണ്ട് അബുൽ ബശർ ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടു. അന്നു മുതലാണ് മനുഷ്യർ നരവംശം ഇവിടെ ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ചയിൽ തന്നെയാണ് ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ആ വെള്ളിയാഴ്ചയിൽ തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. ഇനി അവസാനം ഈ ലോകം അവസാനിക്കുന്നതും ഈ ലോകത്തിന്റെ ഭൗതിക ലോകത്തിന്റെ പരിസമാപ്തി കുറിക്കുന്ന ദിവസം, അതും ഒരു വെള്ളിയാഴ്ചയായിരിക്കും. വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതകളിൽ ഏതാനും ചില കാര്യങ്ങൾ പരാമർശിച്ചു മാത്രമേ. ആ വെള്ളിയാഴ്ചയിൽ ഒരു പ്രദേശത്തെ ഒരു മഹല്ലിൽ മുഴുവൻ ആളുകളും ഒരു സ്ഥലത്ത് ഒരുമിച്ചുണ്ട്, പള്ളിയിൽ ഒരുമിച്ചുണ്ട്. എന്നിട്ട് ആദ്യത്തെ ജുമ എങ്ങനെയാണോ അതുപോലെ നമ്മൾ ഇന്നും നിർവഹിക്കുക. ആദ്യത്തെ ജുമ നമസ്കാരവും അതുപോലെ തന്നെ ആ രണ്ട് കർമ്മങ്ങളാണ് പ്രധാനമായും നിർവഹിക്കുക. എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടേതായ രൂപത്തിലുള്ള വാരാന്ത്യ പ്രാർത്ഥനകളുണ്ട്. സെമിറ്റിക് മതങ്ങളിൽപ്പെട്ട ജൂതന്മാർ അല്ലെങ്കിൽ അഹ്ലു കിതാബുകൾ എന്ന് പറയപ്പെടുന്ന ജൂതന്മാർക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംബന്ധിച്ച് പറയുന്നു. നഹ്നുൽ ആഖിറൂന അസ്സാബിഖൂന യൗമൽ ഖിയാമത്തി ബിയദിഹിം ഊതുൽ കിതാബ വഊതീനാ മിൻ ബഅദിഹിം സുമ്മ ഹാദാ യൗമുഹും അല്ലദീ ഫറള അലൈഹിം ഫഖ്തലഫു ഫീഹി ഫഹദാനല്ലാഹ്. നമ്മളാണ് കാലം കൊണ്ട് ഭിന്നിയവർ എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാമാണല്ലോ ആദ്യം വന്ന പ്രവാചകൻ. മൂസാ അലൈഹിസ്സലാമിന്റെ പ്രവാചകത്വം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ പിന്നീട് വഴിതെറ്റിയിട്ടാണ് ജൂതമതം ഉണ്ടാകുന്നത്. പിന്നീട് വന്ന ഈസാ നബി അലൈഹിസ്സലാം, ആ ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ആളുകളാണ് വഴിതെറ്റിയിട്ട് ക്രൈസ്തവ മതം ഉണ്ടാകുന്നത്. ആ രൂപത്തിൽ നഹ്നുൽ ആഖിറൂൻ, കാലം കൊണ്ട് നാം പിന്തിയവരാണ്. എന്നാൽ വസ്സാബിഖൂന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നാം മുൻപന്തിയില്ല. അന്ത്യനാളിൽ നമ്മളാണ് മുൻകിടക്കുന്നവർ. അവർക്ക് നമുക്ക് മുമ്പ് വേദന ലഭിച്ചിട്ടുണ്ട്. തോറയും ബൈബിളും എന്ന് പറയുന്ന, ഇപ്പോൾ അവർ പറയുന്ന തൗറാത്തും ഇഞ്ചീലും നമുക്ക് ലഭിച്ചത് അവർക്ക് ശേഷം, അതിനുശേഷമാണ് വിശുദ്ധ ഖുർആൻ ലഭിക്കുന്നത്. എന്നാൽ അല്ലാഹു നമുക്ക് നേർവഴി കാണിച്ചു തന്നു. ജനങ്ങൾ നമ്മുടെ പിറകിലാണ് ആ വിഷയം. ജൂതർ നമ്മുടെ ദിവസത്തിന്റെ പിറ്റേ ദിവസവും, ക്രൈസ്തവർ അതിന്റെ പിറ്റേ ദിവസവും വാരാന്ത പ്രാർത്ഥനകൾ നടത്തുന്നു. ജൂതന്മാർ ശനിയാഴ്ച നടത്തുന്നു, ക്രൈസ്തവർ ഞായറാഴ്ച നടത്തുന്നു. നാം കാലം കൊണ്ട് ഇവിടെ പിന്തിയവരാണെങ്കിലും ശരി, മുന്നിൽ നമ്മളാണ്. വെള്ളിയാഴ്ച ആദ്യമായി നമ്മൾ വരാന്ത പ്രാർത്ഥന നമ്മളാണ് പറയുന്നത്. ലോകത്ത് മുസ്ലിങ്ങളുടെ ഇടയിൽ ജുമുഅ വെള്ളിയാഴ്ചയാണ് എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമല്ല. പല കാര്യത്തിലും നമ്മുടെ അഭിപ്രായ വ്യത്യാസക്കാരാണ്. പക്ഷെ വെള്ളിയാഴ്ചയാണ് ജുമുഅ എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഭിന്നതയില്ല.
എല്ലാ ആളുകൾക്കും ഈ ജുമുഅ നിർബന്ധമാണ്. അൽ-ജുമുഅത്തു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഫി ജമാഅ. എല്ലാ മുസ്ലിങ്ങൾക്കും ജുമുഅ നിർബന്ധമാണ്. അത് ഒഴിച്ചുകൂടാൻ പറ്റില്ല. അവിടെ ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് കൊടുത്തിട്ടുണ്ട്. രോഗികൾ, പള്ളിയിൽ വരാൻ കഴിയാത്ത രോഗികളായ ആളുകൾ, സ്ത്രീകൾക്ക് അതിൽ ഇളവ് കൊടുത്തിട്ടുണ്ട്. അവരുടെ പ്രകൃതം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ ആഴ്ചയും അവർക്ക് നിർബന്ധമാക്കി കഴിഞ്ഞാലുള്ള പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ കുട്ടികൾ, ചെറിയ കുട്ടികൾ, അവർക്കും അതിൽ ഇളവുണ്ട്. പക്ഷെ അതുകൊണ്ട് സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത് അബദ്ധമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മൾ ഒരുപാട് ഹദീസൊക്കെ അതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. സ്ത്രീകൾ പോയി. ഞാൻ ഉദാഹരണമായ ഒരൊറ്റ ഹദീസ് മാത്രം പറയാം. ഉമ്മു ഹിഷാം റിവായത്ത് ചെയ്യുകയാണ്. قالت ما أخذت قاف والقرآن المجيد إلا لسان رسول الله صلى الله عليه وسلم يقرأ كل جمعة على المنبر إلى خطب الناس. ഞാൻ ഉമ്മു ഹിഷാം എന്ന് പറയുന്ന മഹദിയായ സഹാബി വനിത പറയുന്നു. ഞാൻ ഖാഫ് സൂറത്ത് ഹൃദിസ്ഥമാക്കിയത്, അത് പഠിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന്, ഏതാണ്ട് എല്ലാ വെള്ളിയാഴ്ചയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഓതുമായിരുന്നു. അങ്ങനെ കേട്ടാണ് ഞാൻ പഠിച്ചത് എന്ന് ഉമ്മു ഹിഷാം റളിയല്ലാഹു അൻഹ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതാണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഉമ്മു ഹിഷാം പോയിരുന്നു തന്നെയാണ്. അപ്പൊ സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉമ്മിൽ വളരെ കൃത്യമായി ഇത് സംബന്ധിച്ച് വിശദീകരിക്കണം. നമ്മളൊക്കെ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഷാഫിയാക്കളാണല്ലോ. ഷാഫിയാക്കൾക്ക് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണ്ടില്ല എന്നൊക്കെ പറയുന്ന ചില പരാമർശങ്ങളൊക്കെ പണ്ഡിതന്മാരിൽ നിന്നൊക്കെ നമുക്ക് കാണാം. പക്ഷെ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് കാരണം ഷാഫി വൈന്നമാക്കിയില്ല ജുമുഅത്ത് അലൈഹി വല്ലാഹു അലം ലാ യഖ്റുജൂന ബിത്തർക്കിഹ കമാ യഖൂലുൽ മർഉ ഫഖീറൻ മുറക്കബൻ എന്ന് പറഞ്ഞുകൊണ്ട് ദീർഘമായ ഒരു ഇബാറത്ത്. ഞാൻ അതിന് ആശയം പറയാം. ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നത് അവർക്ക് ജുമുഅ അത് നിർബന്ധമില്ല എന്നതില്ല, അല്ലാഹുവാണ് കൂടുതൽ അറിയുന്നത് എന്നതിന് അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ അതവർ ഉപേക്ഷിക്കണം എന്നതോ, അല്ലെങ്കിൽ അത് നിർവഹിക്കുന്നത് കുറ്റകരമാണോ എന്നോ, അല്ലെങ്കിൽ അത് നിർവഹിച്ചാൽ അത് സ്വീകാര്യോഗ്യമല്ല എന്നോ അല്ല. എന്നാൽ അവർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ, അവർ വന്നില്ലെങ്കിൽ അവർ കുറ്റക്കാരില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ദരിദ്രനായ ഒരു മനുഷ്യൻ, വാഹനമോ ഭക്ഷണമോ ശേഖരിക്കാൻ സാധ്യമല്ല, അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ലല്ലോ. മനിസ്തത്വായി സബീല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അയാൾ പെടില്ല. പരമദരിദ്രനാണ്, സാമ്പത്തികമായ അയാൾക്ക് കഴിവില്ല. എന്നാൽ ഒരു മനുഷ്യൻ ക്ലേശിച്ച് ബുദ്ധിമുട്ടി കാൽനടയായോ മറ്റോ മക്കയിലെത്തി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച അതിന് പുണ്യം കിട്ടും, അതിന് കൂലി കിട്ടും, അതിനാൾ ആക്ഷേപിക്കാൻ പറ്റില്ല. അതുപോലെയാണ് സ്ത്രീകൾക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ രോഗിയായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇതുപോലെ തന്നെ യാത്ര ചെയ്ത് പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ഹജ്ജ് അയാൾക്ക് നിർബന്ധമില്ല. മനിസ്തത്വായി സബീല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അയാൾ പെടില്ല. എന്നാൽ അയാള് വേറൊരാളുടെ സഹായത്തോടെയോ മറ്റോ ക്ലേശിച്ചൊരു വാഹനത്തിൽ കയറി നല്ല പരിശുദ്ധമായ കഅബാലയത്തിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അവർക്ക് നിർബന്ധമില്ല എന്നതുകൊണ്ട്. യാത്രക്കാരനായ ഒരു മനുഷ്യൻ, ആ ഒരു കാര്യം കൂടി ഇബാറത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഷാഫി റഹ്മത്തുള്ളാഹി, യാത്രക്കാരനായ ഒരു മനുഷ്യൻ, അയാൾക്ക് നോമ്പ് നിർബന്ധമില്ല. പക്ഷെ ആ യാത്രയിൽ നോമ്പെടുത്താൽ അതിന് കൂലി കിട്ടില്ല. ഇതുപോലെയാണ് സ്ത്രീകൾക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ പ്രകൃതവും പ്രശ്നവും പ്രയാസവും മനസ്സിലാക്കിയിട്ട് ക്ലേശകരമായ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവരുത് എന്നതുകൊണ്ട് നിർബന്ധമാക്കിയില്ല എന്നേ ഉള്ളൂ. എന്നാൽ അവര് വന്നിരുന്നു, വരലാണ് പുണ്യം
എല്ലാ ആഴ്ചയിലും അവർ വന്നുകൊണ്ട് ഖുത്ബ ശ്രമിക്കുകയും ജുമയിൽ പങ്കെടുക്കുകയും വിശ്വാസികളുടെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്നത് അവർക്ക് അനുവദനീയമാണെന്ന് മാത്രമല്ല, അത് പുണ്യകരവും കൂടിയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം من نطق جمعة من الرجال والنساء فليغتسل ومن لم يأتها فليس عليه غسل من الرجال والنساء. വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ കുളിച്ചു വരട്ടെ പിന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന ആണുങ്ങൾ മാത്രം കുളിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞാലോ. വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന സ്ത്രീകളും പുരുഷന്മാരും എന്ന് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇപ്പൊ സ്ത്രീകൾ പള്ളിയിൽ വന്നിരുന്നു എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പോഴും അത് പല സ്ഥലങ്ങളിലായി നടന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ അതവർക്ക് നിഷേധിക്കുന്ന ഒരു സങ്കടകരമായ ഒരു അവസ്ഥയുണ്ട് എന്നതാണ് ഒരു വിഷയം. സാന്ദർഭികമായി ഇവിടെ പള്ളിയിൽ വരുമ്പോൾ കുളിച്ച് വൃത്തിയായി വരണമെന്ന് പറയുന്ന കൂട്ടത്തിൽ സ്ത്രീകളെയും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യഗ്തസിലു റജുൽ യൗമൽ ജുമുഅ വയതതഹറു മിൻ തുഹ്രി വയതുഹ്റു ആ യമസ്സു തീബൻ മിൻ ബൈതി. ഒരാൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോൾ കുളിക്കണം, കുളിച്ച് വൃത്തിയാക്കണം, നന്നായി വൃത്തിയോടുകൂടി കുളിക്കണം. അതുപോലെ തന്നെ എണ്ണ തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എണ്ണ തേക്കുന്നവർക്ക് എണ്ണ തേക്കുക, വീട്ടിൽ നിന്ന് സുഗന്ധം ഉപയോഗിക്കുക. ഇതാത്തക്കല്ല. എന്നിട്ട് അയാൾ നല്ല പള്ളിയിൽ വന്നു, കുളിച്ച് വൃത്തിയായി നല്ല സുഗന്ധമൊക്കെ പൂശി മനോഹരമായി ഭംഗിയോട് പള്ളിയിലേക്ക് വന്ന് നല്ല വസ്ത്രം ധരിച്ച്, നിലവിലുള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കൽ വെള്ളിയാഴ്ച സുന്നത്താണ്. എന്നിട്ട് പള്ളിയിൽ വന്ന് വേഗം ചാടിക്കാരി ഇങ്ങ് വരാതെ, ഇവിടെ സഫായിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ സഫായിരിക്കുന്ന ആളുകളുടെ ചോലിൽ ചാടിയിട്ട് കവച്ച് വെച്ച് അങ്ങനെ ചില ആളുകളെ കാണാം. അങ്ങനെയൊന്നും വരാതെ അയാൾ അല്ലാഹു നിശ്ചയിച്ച് 2 റക്അത്ത് നമസ്കരിച്ചു. വെള്ളിയാഴ്ചയിൽ 2 റക്അത്ത് നമസ്കാരം എന്ന് പറയുന്നത് തഹിയ്യത്താണ്, ജുമയുടെ മുമ്പ്. അത് മാത്രം സുന്നത്തുള്ളൂ. അങ്ങനെ ആ തഹിയ്യത്ത് നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം ഇമാം ഖുത്ബ പറയുന്നത് സശ്രദ്ധം കേട്ടു, ശബ്ദമില്ലാതെ കേട്ടു. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള അദ്ദേഹത്തിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നത്. അതിനാ രൂപം, ആ ഒരു അച്ചടക്കം, ആ ഒരു ഒതുക്കം, അതൊക്കെ നമ്മൾ സ്വീകരിക്കണം. പള്ളിയിലേക്ക് വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. പരമാവധി നടന്നു വരാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ അവർ ഇരിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, നിശബ്ദമായിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പതുക്കെ ഓതാ. അല്ലാതെയുള്ള വർത്തമാനങ്ങൾ വെള്ളിയാഴ്ചയിലും പോലും ചിലപ്പോൾ വേഗം പള്ളിയിൽ വന്നിട്ട് നാട്ടുവർത്തമാനങ്ങൾ പറയുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട്. അല്ലാത്ത നമസ്കാരത്തിലുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച അത് ചെറുങ്ങനെ സൂചിപ്പിച്ചു. നമസ്കാരത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ പള്ളിയിൽ നിന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് പലയിടങ്ങളിലായി കാണാം. ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടാവാൻ പാടുള്ളതല്ല. അവിടെ നമസ്കരിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരുണ്ടാവും, അവർക്ക് ഇടങ്ങാറുണ്ടാവും. നമ്മൾ നമസ്കരിച്ച് വേഗം തിരിഞ്ഞിരുന്ന് നാട്ടുവർത്തമാനങ്ങളിലേക്ക് ലഹളയാക്കിയാൽ ഇവരും തസ്ബീഹും തഹ്ലീലും തക്ബീറുമായി കഴിയുന്ന, പ്രാർത്ഥനാ നിരതമായി കഴിയുന്ന ഭക്തന്മാരായ സഹോദരന്മാർക്ക് അതൊരു ബുദ്ധിമുട്ടാ. ഉറങ്ങുന്നവന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ഖുർആൻ ഓർക്കോദിച്ചു എന്നുള്ള ഇസ്ലാമിക ഒരു തത്വം. അതുകൊണ്ട് പള്ളിയിൽ വന്ന് വെള്ളിയാഴ്ചയിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അംസിത്തു റഹ്മത്തുള്ളാഹി എന്നൊക്കെ നമ്മള് പണ്ട് മറ്റു പള്ളികളിൽ പോയാൽ കേൾക്കാം. അങ്ങനെ ഒരു ഏർപ്പാടൊന്നും ഇല്ലെങ്കിലും ശരി, അങ്ങനെ മിണ്ടാതിരിക്കുക എന്നതൊരു സ്വഭാവം. ഖുതുബ ശ്രമിക്കുക. ഖുതുബ എന്ന് പറയുന്നത് കേവലം ഒരു പ്രസംഗമല്ല, കേവലം ഒരു പ്രസംഗമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുതുബ കൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാ ആഴ്ചയിലും ആ പ്രദേശത്തെ മഹല്ലിലെ സഹോദരങ്ങള് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അവർക്ക് അപ്പോൾ അന്ന് ആവശ്യമാകുന്ന വിഷയത്തെ സംബന്ധിച്ച് അവരെ ഉത്ബോധിപ്പിക്കുന്നതാണ് ഖുതുബ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നിർവഹിച്ചിരുന്ന ഖുതുബകളൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖതബ അഹ്മറത ഐനാഹു, അങ്ങനെയാ, വലാ സൗത്ത് വസ്തദ വദബു വതകഅന്നഹു മുൻദുർ ജയ്ശ് യഖൂൽ
പറയുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ ചുവപ്പമായിരുന്നു. ഗൗരവത്തോടു കൂടി പറയുമ്പോണ്ടാകുന്ന ഒരു വിഷയം. അതുപോലെ സൗണ്ടൊക്കെ ചില സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തുമായിരുന്നു. അല്പം ദേഷ്യം പിടിക്കുന്ന രൂപത്തിൽ. അതുപോലെ തന്നെ ഒരു രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്കിതാ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ, നിങ്ങളെ കൊള്ള ചെയ്യുവാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈന്യത്തോട് സൈന്യാധിപൻ പറയുന്ന താക്കീത് പോലെ ഇങ്ങനെയാ പറഞ്ഞത്. നിങ്ങൾക്ക് നാളെ വരാൻ പോകുന്ന ഭയാനകമായ ശിക്ഷകളെ സംബന്ധിച്ച് ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ സ്വീകരിക്കേണ്ടുന്നതായ വിശ്വാസാചാരാനുഷ്ഠാന കാര്യങ്ങളിലെ കൃത്യമായ വ്യവസ്ഥകളും രൂപങ്ങളും അത് പാലിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭയാനകമായ ശിക്ഷയെ സംബന്ധിച്ചുള്ള താക്കീത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഖുതുബയുടെ ആശയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യത്തെ ഖുതുബ. ആ ഖുതുബയിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഹംദും സലാത്തും ഒക്കെ ചൊല്ലി അല്ലാഹുവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്തതിന് ശേഷം റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി തന്നെ മുന്നൊരുക്കം ചെയ്യുവിൻ. ശുദ്ധ ഖുർആനിൽ അങ്ങനെ പരാമർശമുണ്ടല്ലോ. ഓരോരുത്തരും അവന് വേണ്ടിയിട്ട് നാളെ എന്താണ് ചെയ്തത് എന്ന് നോക്കട്ടെ. ആദ്യത്തെ ഖുതുബയിൽ തന്നെ ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി മുന്നൊരുക്കം ചെയ്യുന്ന അല്ലാഹുവാണ് സത്യം. നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ അബോധാവസ്ഥയിലാക്കപ്പെടും. തുടർന്ന് ആടുകളെ ഇടയിലില്ലാത്ത അവസ്ഥയിൽ അയാൾ ഉപേക്ഷിച്ചു പോകുന്നത് പോലെ അയാളാവും, ആരുണ്ടാവില്ല. അനന്തരം അവന്റെ നാഥൻ അവനോട് ഭാഷയോ മറയോ ഇല്ലാതെ ഇങ്ങനെ ചോദിക്കും, എന്റെ ദൂതന്മാർ നിന്റെ അടുത്ത് വന്ന് എന്റെ സന്ദേശം നിനക്ക് അറിയിച്ചു തന്നിട്ടില്ലേ? ആ മനുഷ്യരോടൊന്ന് ചോദിക്കും. അല്ലാഹുവിന്റെ മുന്നിലെത്തിയ മനുഷ്യരോട് പ്രവാചകന്മാർ വന്നിരുന്നില്ലേ? എന്നിട്ട് ഇങ്ങനെ ഒരു രാവിലെ ദിവസം കണ്ടുമുട്ടേണ്ടി വരുമെന്ന താക്കീത് നിങ്ങൾക്ക് തന്നില്ലേ? എന്റെ മതത്തിന്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് സമ്പത്തും മറ്റ് വിഭവങ്ങളും നൽകി നിന്നെ ഞാൻ അനുഗ്രഹിച്ചിട്ടില്ലേ? അല്ലാഹു ചോദിക്കുന്ന. എന്നിട്ട് എന്തൊക്കെയാണ് നീ നിനക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? അങ്ങനെയാണ് ചോദിക്കുന്നത്. നീ നിനക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് ജുമയ്ക്ക് വരുമ്പോൾ, നമസ്കരിക്കുമ്പോൾ, നോമ്പെടുക്കുമ്പോൾ, ഹജ്ജ് ചെയ്യുമ്പോൾ, സക്കാത്ത് കൊടുക്കുമ്പോൾ, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ, നന്മകൾ ചെയ്യുമ്പോൾ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴൊക്കെയും നമ്മൾ ഓർക്കേണ്ടത് അതൊരു മറ്റൊരാൾക്ക് വേണ്ടിയല്ല, അത് നമുക്ക് വേണ്ടിയാ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാ, നമ്മുടെ വിജയത്തിന് വേണ്ടിയാ, നമ്മുടെ പരലോക മോക്ഷത്തിന് വേണ്ടിയാ. അങ്ങനെ നീ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യനുണ്ടല്ലോ, മിണ്ടാട്ടമില്ലാതെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ അദ്ദേഹം വലത്തോട്ട് നോക്കും. റസൂൽ പറയുക ആ ഖുതുബയില്, ആ മനുഷ്യൻ പിന്നെ അടുത്തോട്ട് നോക്കും. പിന്നീട് ആ മനുഷ്യൻ നേരെ മുന്നിലോട്ട് നോക്കും. ആ മുന്നിലോട്ട് നോക്കുമ്പോൾ നരകം മാത്രമാണ് അവനോട് കാണുക. അതുകൊണ്ട് ആ സഹാബികളോടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുതുബയിലൂടെ പറഞ്ഞു, അതിനാൽ ഒരു ഈന്തപ്പഴത്തിന്റെ കീറ് കൊണ്ടെങ്കിലും ഒരാൾക്ക് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ അത് ചെയ്യട്ടെ. നരകശിക്ഷ ഭയാനകമാണ്, അത് അസഹനീയമാണ്, അത് തടുക്കാൻ പറ്റുന്നതല്ല, അത് നമുക്ക് ഓർക്കാൻ പോലും പറ്റുന്നതല്ല. അത്രയും ഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് ഒരു ഈന്തപ്പഴത്തിന്റെ കീറുകൊണ്ടെങ്കിലും ഈന്തപ്പഴം വാങ്ങിയിട്ട് ഒരു കഷ്ണത്താക്കി കൊടുക്കുക എന്നുള്ളതല്ല, അത്ര പോലും ചെറിയ നന്മകൾ ചെയ്തുകൊണ്ടെങ്കിലും, അല്ലെങ്കിൽ അവൻ നല്ല വാക്കുകൊണ്ടെങ്കിലും, നല്ല വർത്തമാനം കൊണ്ടെങ്കിലും അവൻ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടട്ടെ. നന്മക്ക് 10 മുതൽ 70 വരെ ഇരട്ടി പ്രതിഫലം നൽകപ്പെടുന്നതാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഖുതുബയാണ്, ആദ്യമായി നടത്തിയ ഖുതുബ. നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവണം എന്നാണ് ആദ്യത്തെ ഖുതുബയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നടത്തിയ ഖുതുബകളൊക്കെ തന്നെയും ഇതുപോലെ
മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്ന വയതായിരുന്നു എന്ന വയത് ഉപദേശമായിരുന്നു എന്ന ആ ഉപദേശം ശ്രമിക്കാനാണ് വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ വരണം എന്ന് പറഞ്ഞത്. നേരത്തെ പള്ളിയിൽ വരണം, അതിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കണം. പള്ളിയിൽ നിന്ന് വരിക, എന്നിട്ട് വേഗം തന്നെ ഏതെങ്കിലും ചുമരിന്റെ അടുത്ത് ഇങ്ങനെ പോയിരുന്ന് അങ്ങനെ തുടങ്ങുക, ചാരി ഉറങ്ങുക എന്നൊക്കെ പറയുന്നതല്ല വെള്ളിയാഴ്ചയുടെ പ്രാധാന്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. അത് മറിച്ച് ഗൗരവത്തോടുകൂടി വരണം. ഇതാ ഈ ആഴ്ചയിൽ എനിക്ക് കിട്ടുന്ന നന്മകൾ എന്തൊക്കെയാ, സതുപദേശങ്ങൾ എന്തൊക്കെയാ, എന്റെ ജീവിതത്തിന്റെ ഭാഗതയെ നിർവഹിക്കുന്നതിന് അള്ളാഹു നിശ്ചയിച്ച അവന്റെ വിശുദ്ധ ഖുർആനിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ സന്ദേശങ്ങൾ അത് ശ്രമിക്കുക, സാഭൂതം വീക്ഷിക്കുക, അത് ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കണം. നമ്മളെ കച്ചവടവും പരിപാടിയൊക്കെ നിർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മദീന പള്ളിയിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ പുറത്ത് ഒരു കച്ചവട സംഘം വന്നു. ആ കച്ചവട സംഘം വന്നപ്പോൾ അവര് പാട്ടും കുരവയും ഒക്കെയായ ആ സാർത്ഥവാദ സംഘം ഇങ്ങനെ വല്ലാതെ തിമർക്കുകയാണ്. ഇത് കണ്ട ആളുകൾ കിണിച്ചു പോയി. കുറച്ച് ആളുകൾ മാത്രമായി പോയി. അവിടെ വലിയ കച്ചവടം നടക്കുകയാണ്, അവിടെ പാട്ടുണ്ട്, കൂത്തുണ്ട്, വിനോദമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആളുകളൊക്കെ പോയില്ല. ആ സന്ദർഭത്തിൽ ആ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ജുമുഅയുടെ വചനങ്ങൾ ഇറങ്ങിയത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്റൂ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്റൂ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയിലേക്ക്, നമസ്കാരത്തിലേക്ക് നിങ്ങൾ വേഗം തന്നെ ശ്രദ്ധപ്പെട്ടു തന്നെ പോരണം. വദറുൽ ബൈഅ, പിന്നെ എല്ലാ കച്ചവടങ്ങളും ക്രയവിക്രയങ്ങളും കൊള്ളക്കൊടുക്കകളും എല്ലാ ഏർപ്പാടുകളും ഒക്കെ നിങ്ങൾ മാറ്റണം. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഒരു വെള്ളിയാഴ്ച വേഗം വരണ. ഇനി പോന്നു കഴിഞ്ഞാൽ നമസ്കരിച്ചാൽ ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ നിങ്ങൾ വ്യാപരിച്ചോളി. എന്നിട്ട് അല്ലാഹുവിന്റെ ഫദ്ലുകൾ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ തേടിക്കോ. കച്ചവടങ്ങളും നിങ്ങളുടെ ഏർപ്പാടുകളും ഒക്കെയായി അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിബിഡമാണ് ഈ ഭൂമി. ആ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ തേടിക്കോളി. അതൊക്കെ നിങ്ങൾ സ്വായത്തമായി അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങട്ടോ. അപ്പോഴും അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണം. അല്ലാഹുവിനെ മറന്നു പോകരുത്. ഏതൊരു ഏർപ്പാടിൽ നമ്മൾ പോയാലും അല്ലാഹുവിനെ മറന്നു പോകരുത്. എങ്കിലാണ് നിങ്ങൾ വിജയിക്കുക. തുടർന്നുകൊണ്ടാ ഈ സംഭവത്തിന്റെ പരാമർശം വരുന്നത്. അല്ലെ, അവര് കച്ചവടമോ വിനോദമോ കണ്ടാൽ അവർ അതിന്റെ അടുത്തേക്ക് അങ്ങ് പിരിഞ്ഞു പോവുകയും നിന്നെ നിന്ന് വെപ്പിരിക്കണം. നിന്നിട്ടില്ലായി പോയി, ഏതാനും കുറച്ച് ആളുകളേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി കഴിഞ്ഞ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, പറയുക പ്രവാചക, കച്ചവടത്തെക്കാളും വിനോദത്തെക്കാളും ഒക്കെ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? ഏറ്റവും ഉത്തമമായത് എന്താണെന്നറിയോ? അതാണ് അള്ളാഹുവിന്റെ അടുത്തുള്ള വിഭവങ്ങൾ. അള്ളാഹുവിന്റെ അടുത്തുള്ളതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല അള്ളാഹു ഏറ്റവും നല്ല ഉപജീവനം നൽകുന്നവനാണ്. അള്ളാഹുവിന്റെ അടുത്താണ് ഏറ്റവും നല്ല ഉപജീവനമുള്ളത്. നമ്മൾ വിചാരിക്കുന്ന മുടുക്കൊണ്ടൊന്നല്ല എല്ലാം കഴിയുന്നത്. അള്ളാഹുവിന്റെ അനുസരിച്ച് കാര്യങ്ങൾ തന്നെയില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ചയുടെ പ്രത്യേകത, പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മറ്റേർപ്പാടുകളൊക്കെ നടത്തി അന്ന് നേരത്തെ തന്നെ പള്ളിയിൽ വരാനും നമസ്കരിക്കാനും ഖുതുബ ശ്രവിക്കാനും അത് പിന്നീട് ജീവിതത്തിൽ പകർത്താനും, നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതായോധന മേഖലയിലേക്ക് ഇറങ്ങാനുമുള്ള ഒരു ശീലവും സ്വഭാവവും ഉണ്ടാവുക. ആ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യവും ഗൗരവവും മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അള്ളാഹു അതിന് തൗഫീഖ് നൽകി. വെള്ളിയാഴ്ച നേരത്തെ എത്തുന്നതിനെ സംബന്ധിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാര്യങ്ങൾ വെള്ളിയാഴ്ച ദിവസം മലക്കുകൾ വന്നിട്ട് വാതിൽക്കൽ ഇങ്ങനെ നോക്കും. നമ്മുടെ പള്ളിയുടെ വാതിൽ മലാക്കന്മാർ വന്നിരിക്കും. എന്നിട്ട് ആദ്യം വരുന്നവന്റെ, രണ്ടാമത് വരുന്നവന്റെ, മൂന്നാമത് വരുന്നവന്റെ ഒക്കെ ഇങ്ങനെ രേഖപ്പെടുത്തും. പിന്നീട് എന്ത് ചെയ്യുന്നറിയോ?
ഇമാമിങ് വന്നു കഴിഞ്ഞാൽ മിമ്പറിലേക്ക് കയറി കഴിഞ്ഞാൽ അതൊക്കെ അവിടെ വെക്കും, എല്ലാം മടക്കി അവിടെ വെക്കും. പിന്നെ വരുന്നവൻ അവിടെ രേഖപ്പെടുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് ആ മലക്കുകളുടെ നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്ന കൂട്ടത്തിൽ പെടാൻ പരമാവധി നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ സവിശേഷതകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ സംസാരത്തിന്റെ വിഷയത്തിൽ ഒന്നുകൂടി ശുഷ്കാന്തി പുലർത്തുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. നമസ്കാരമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിധാനം. അത് മറന്നുപോകില്ല. വിശ്വാസികൾ, വിജയികളായ വിശ്വാസികളുടെ ലക്ഷണം കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കൂട്ടത്തിൽ നമസ്കാരം നമ്മൾ സൂചിപ്പിച്ചത് പോയിട്ടുണ്ടല്ലോ അല്ലേ? വല്ലദീനഹും അലാ സ്വലവാത്തിഹിം ഹാഫിളൂൻ. നമസ്കാരത്തെ സൂക്ഷ്മത പുലർത്തുക, അവരാണ് വിജയിച്ചത്. വെള്ളിയാഴ്ചയിൽ മാത്രമല്ല, എല്ലാ നമസ്കാരങ്ങളും എല്ലാ വഖ്തുകളും നേരത്തെ നിർവഹിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. പറയുകയാണ്, മൻ ഹാഫിള അലൈഹാ കാനത് ലഹു നൂറുൻ വബുർഹാനൻ വനജാതൻ. നമസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്തിയാൽ, പുനരുത്ഥാന നാളിൽ അതവന് പ്രകാശമാണ്, അതവന് തെളിവാണ്, അതവന് മോക്ഷമാണ്, രക്ഷയാണ്. ആ നമസ്കാരത്തിൽ നമസ്കാരത്തില് ഭംഗം വന്നുപോയാൽ, വീഴ്ച വന്നുപോയാൽ അവനവിടെ പ്രകാശമില്ല. അവൻ അല്ലാഹുവിന്റെ ഒന്നും പറയാൻ ഒരു തെളിവില്ല, ഒരു രക്ഷയില്ല. എന്ന് മാത്രമല്ല, വക്കാന യൗമുൽ ഖിയാമ, ഖിയാമത്താളിൽ അവൻ ആരോട് കൂടിയായിരിക്കും എന്നറിയുമോ? ഖാറൂന്റെ കൂടെ, ഹാമാന്റെ കൂടെ, ഫിറഔനിന്റെ കൂടെ, ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തെ ഏറ്റവും വലിയ ഭീകരനായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ ആവത്തി ഓരെ കൂടിയായിരിക്കും. നമസ്കാരത്തിൽ ശുഷ്കാന്തി പുലർത്തിയിട്ടില്ലെങ്കിൽ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ, നമസ്കാരം അത് നേരത്തെ ശീലിക്കുക. അത് നമ്മളുടെ വിജയത്തിന്റെ നിധാനമാണ്. അത് വിട്ടുപോയോ നമ്മുടെ ജീവിതം വലിയ അബദ്ധമായ, അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. തൽക്കാലം നിങ്ങളൊരു മടിയൊക്കെ ഉണ്ടെങ്കിലും ആ മടിയൊക്കെ മുകഞ്ഞു മാറ്റി അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഹയ്യ അലൽ സ്വലാ പറയുമ്പോൾ, ഹയ്യ അലൽ ഫലാ എന്ന് പറയുമ്പോൾ ആ വിജയത്തിലേക്ക് വരണം. മാതാ എന്നെ വിളിക്കുന്നത് ഒരു വൻ വിജയത്തിന്റെ മാർഗത്തിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് വെക്കുക. അതാണ്. എന്നിട്ട് ഒന്നാമത്തെ സഫിൽ വന്നിരിക്കുക. ഒന്നാമത്തെ സഫിൽ ഇരിക്കുന്ന ആളുകൾ, മലക്കുകളും അല്ലാഹുവും അവർക്ക് വേണ്ടി കാരുണ്യം ചെയ്യുന്നതാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുൽ അമാലി അഫ്ളൽ, റസൂലേ ഏതാ ശ്രേഷ്ഠകരമായ കർമ്മം? ഖാല അസ്സലാത്തു ലിവഖ്തിഹാ, ഒന്നാമത് പറഞ്ഞത് സമയത്ത് നമസ്കരിക്കുക. വബിറുൽ വാലിദൈൻ, രണ്ടാമത് മാതാപിതാക്കന്മാർക്ക് നന്മ ചെയ്യുക. സുമ്മൽ ജിഹാദു ഫീ സബീലില്ലാഹ്, പിന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദൊക്കെ പിന്നെയാ. ഒന്നാമത് വഖ്ത് നമസ്കരിക്കുക, രണ്ടാമത് മാതാപിതാക്കന്മാർക്ക് നന്മ ചെയ്യുക. നമസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും മാതാപിതാക്കന്മാരെ അവഗണിക്കുന്ന മക്കൾ ഓർക്കുക. അത് അവർക്ക് നന്മയല്ല, അവരെ മനസ്സ് വേദനിക്കുന്നുണ്ട്. അല്ലാഹുവേ, എന്റെ മോൻ, എന്റെ മോൾ നാളെ പരലോകത്ത് നിന്റെ ഭയാനകമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന അവസ്ഥയിൽ അവർ നമസ്കാരത്തിൽ ശുഷ്കാന്തി പുലർത്താത്ത ഒരു സ്ഥിതിയുണ്ടല്ലോ എന്ന് വേദനിക്കുന്നുണ്ട്. ആ വേദന നമുക്ക് ജീവിത വേദനയായി മാറും. അതുകൊണ്ട് രക്ഷിതാക്കളുടെ, മാതാപിതാക്കന്മാരുടെ ഉപദേശങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വിജയത്തിന്റെ, പ്രകാശത്തിന്റെ, നാളെ പരലോകത്ത് തെളിവായി വരുന്നതിന്റെ ഏറ്റവും വലിയ കർമ്മമായ നമസ്കാരത്തിൽ ശുഷ്കാന്തി പുലർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാഫാക്കി തരുമാറാവട്ടെ.